മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ലേണിംഗ് ഔട്ട്കം ആയ ഡിസ്ക്രൈബ് ദ ലേഔട്ട് ഓഫ് എ പൗൾട്രി ഫാം ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പൗൾട്രി ഹൗസിംഗ് സിസ്റ്റം എന്ന പോർഷൻ്റെ അഞ്ചാമത്തെ സെഷനായ ടൂൾസ്, എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് പൗൾട്രി ബേർഡ്സ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടൈപ്സ് ഓഫ് പൗൾട്രി ഹൗസിംഗ് സിസ്റ്റവും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പൗൾട്രി ഹൗസിംഗ് സിസ്റ്റം, ഡിസൈൻ ആൻഡ് ലേഔട്ട് ഓഫ് എ സ്മോൾ പൗൾട്രി ഫാം, ലൈറ്റിംഗ് ഇൻ പൗൾട്രി ഫാം ഇതൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പൗൾട്രി ഷെഡിലേക്ക് ആവശ്യമായ ടൂൾസ് എന്തൊക്കെയാണ്, മറ്റെന്തൊക്കെ എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസും വേണം എന്നതാണ് നോക്കുന്നത്. പൗൾട്രി ഹൗസ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൗൾട്രി ഷെഡിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റ് എന്ത് മെറ്റീരിയൽസ് ആയാലും സിമ്പിളായിരിക്കണം, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാവുന്നവയായിരിക്കണം, ആവശ്യം വന്നാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നവയായിരിക്കണം, എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ വന്നാൽ അത് ഏറ്റവും എളുപ്പം വൃത്തിയാക്കാനും അണുനശീകരണം നടത്താനും പറ്റുന്നവയായിരിക്കണം. ഫീഡിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് ആദ്യത്തേത്. ഫീഡിംഗ് എക്യുപ്മെൻറ്റ്സിനെ ഫീഡേഴ്സ് എന്ന് പറയുന്നു. ഫീഡറിൽ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ഫീഡ് വേസ്റ്റേജ് നമുക്ക് തടയാൻ പറ്റുന്നു. അതായത് കോഴികൾ വെറുതെ ചിക്കിച്ചികഞ്ഞ് കളയുന്നതിനേക്കാൾ ഫീഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവ ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുകയും നഷ്ടം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നു. 2, പ്രിവെൻറ്റ് ദ ബേർഡ്സ് ഫ്രം ഗെറ്റിംഗ് ദിയർ ഫീറ്റ് ഇൻ ടു ദ ഫീഡ്. നേരത്തെ പറഞ്ഞു, ചിക്കിച്ചകഞ്ഞ് കളയില്ല, അപ്പം അവർ ആഹാരത്തിനുള്ളിൽ കാലിട്ട് ചിക്കിച്ചകഞ്ഞ് കളയത്തില്ല. ഈസി ടു ക്ലീൻ, വൃത്തിയാക്കാൻ എളുപ്പമാണ്. മേക്ക് ഈസി ഫോർ ദ ബേർഡ്സ് ടു ഈറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഫീഡർ. ഫീഡറിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പോലും കഴിക്കാൻ ബേർഡ്സിന് സാധിക്കുന്നു. പലതരത്തിലുള്ള ഫീഡേഴ്സ് അവൈലബിൾ ആണ്. ബേർഡ്സിൻ്റെ ഏജ്, സെക്സ്, സ്പീഷീസ്, ബ്രീഡ് ഇവ അനുസരിച്ച് പലതരത്തിലുള്ള ഫീഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ഫീഡേഴ്സും, അതായത് കൈകൊണ്ട് നിറയ്ക്കാവുന്നവയും, സെമി ഓട്ടോമാറ്റിക്, അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല, നിറച്ച് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബേർഡ്സ് കഴിക്കുന്നതനുസരിച്ച് പാനിലോട്ട് നിറയുന്നവയും, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫീഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ലീനിയർ ഫീഡർ എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ഫീഡേഴ്സിനെയാണ് ലീനിയർ ഫീഡേഴ്സ് എന്ന് പറയുന്നത്. ഗാൽവനൈസ്ഡ് അയണോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിതമായവയാണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടും നമുക്ക് ഇത് നിർമ്മിക്കാവുന്നതാണ്. ലീനിയർ ഫീഡറിൻ്റെ 2 വശത്തു നിന്നും കോഴികൾക്ക് കഴിക്കാവുന്നതാണ്. ഇവയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സർക്കുലർ ഫീഡേഴ്സ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഫീഡേഴ്സ്, ഇവ സെമി ഓട്ടോമാറ്റിക് ഫീഡർ ആണ്. 5 മുതൽ 7 കിലോഗ്രാം തീറ്റ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫീഡേഴ്സുമുണ്ട്, അതിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവയുമുണ്ട്. ഇതിൽ ട്യൂബ് പോലുള്ള സർഫസിൽ അല്ലെങ്കിൽ ഏരിയയിൽ തീറ്റ നിറച്ചു കഴിഞ്ഞാൽ കോഴികൾ കഴിക്കുന്നതിനനുസരിച്ച് താഴെയുള്ള പാനിൽ ഗ്രാവിറ്റിക്കനുസരിച്ച് നിറയുന്നു. ഇതിന് മുകളിൽ ഗ്രില്ല് കൂടെ വയ്ക്കുകയാണെങ്കിൽ തീറ്റ വേസ്റ്റ് ആകുന്നത് തടയാൻ പറ്റും. പ്ലാസ്റ്റിക്കിലാണ് സാധാരണ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് പലതരത്തിലുള്ള ഫീഡേഴ്സ് അവൈലബിൾ ആണ്. ലീനിയർ ഫീഡറിനേക്കാൾ 30% കൂടുതൽ ബേർഡ്സിനെ നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഫീഡർ, ഒരു ഫാമിലേക്ക് ആവശ്യമായ തീറ്റ ഒരു വലിയ ടാങ്ക് പോലെ ട്രഫിൽ ഫില്ല് ചെയ്യുന്നു. ഓരോ ഷെഡിലും കോഴികൾ കഴിക്കുന്നതിനനുസരിച്ച് അവയുടെ ഫീഡിംഗ് ട്രഫ് നിറയുന്നു.
വൈദ്യുതിയുടെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ ഷെഡിലും കോഴികളുടെ പ്രായത്തിനനുസരിച്ച് ഫീഡറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഷെൽ ഗ്രിറ്റ് ബോക്സ്, ഇത് ലെയർ കോഴികൾക്ക് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് വാട്ടറിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. വാട്ടറർ എന്ന് പറയുന്നു. കോഴികളുടെ മുന്നിൽ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ലഭ്യമായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറർ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പാൻ ആൻഡ് ജാർ ടൈപ്പ് വാട്ടറർ, ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിന് 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ജാറിൽ വെള്ളം നിറയ്ക്കുകയും അത് പാനിലേക്ക് കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യുമ്പോൾ കോഴികൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് പാനിൽ വെള്ളം നിറയുന്നു. വാട്ടർ ബേസിൻ, പലതരത്തിലുള്ള ബേസിൻസ് നമുക്ക് ലഭ്യമാണ്. പ്ലാസ്റ്റിക്കോ തടി കൊണ്ടോ ഗാൽവനൈസ്ഡ് അയൺ കൊണ്ടോ നിർമ്മിച്ചവയായിരിക്കും അവ. സെപ്പറേറ്റ് ഗ്രില്ല് ലഭ്യമാണ്. ഇത് വയ്ക്കുന്നത് കൊണ്ട് കോഴികൾ ബേസിനിൽ കടക്കുന്നത് തടയാൻ കഴിയുന്നു. ബെൽ ടൈപ്പ് ഓട്ടോമാറ്റിക് വാട്ടറർ, പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബെൽ ഷേപ്പിലുള്ള സീലിങ്ങിൽ നിന്ന് തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള വാട്ടറാണ് ഇത്. ബേർഡ്സ് വെള്ളം കുടിക്കുന്നതനുസരിച്ച് പാനിൽ വെള്ളം നിറയുന്നു. നിപ്പിൾ ഡ്രിങ്കർ, ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിലും കേജ് സിസ്റ്റത്തിലും ഉപയോഗിക്കാവുന്നവയാണ്. ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് താഴെ ചെറിയ ഒരു പാൻ കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ലിറ്റർ മെറ്റീരിയൽ നനയുന്നത് തടയാവുന്നതാണ്. കോഴികൾ അത് പ്രസ് ചെയ്യുമ്പോൾ മാത്രം വെള്ളം പുറത്തേക്ക് വരുന്നത് കാരണം ജലനഷ്ടം ഉണ്ടാകുന്നില്ല. മാനുവൽ ഡ്രിങ്കേഴ്സ് ഓർ ഫൗണ്ടൻ ഡ്രിങ്കേഴ്സ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൈഡിലുള്ള ഹോൾസിലൂടെ വെള്ളം വരുന്നത് കൊണ്ട് അവയെ ഫൗണ്ടൻ ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നു. ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചയിൽ വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഇതിലൂടെ വൈറ്റമിൻസ്, മെഡിസിൻസ്, വാക്സിൻസ്, മറ്റ് സപ്ലിമെൻറ്റ്സ് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്നു. സാധാരണ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിതമാണ്. ഒരു പൗൾട്രി ഫാമിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫാം ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. അതൊരു ലെയർ ഫാം ആണ് എങ്കിൽ അതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സും, ബ്രോയിലർ ഫാം ആണ് എങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സും, ഒരു ഹാച്ചറിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സും വേണ്ടിവരും. എല്ലാ ഫാമിലും ഫീഡേഴ്സും വാട്ടറേഴ്സും ആവശ്യമായി വരും. ഇനി നമ്മൾ പറയുന്നത് വാട്ടർ എക്യുപ്മെൻ്റ് ആണ്. വാട്ടർ ഹീറ്റർ, ഒരു ഹാച്ചറിയിൽ വാട്ടർ ഹീറ്റർ ആവശ്യമായി വരും. ഹാച്ചറി ട്രേ, വാഷേഴ്സ്, ഹോട്ട് വാട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ ബോയിലർ മതിയാവും ചൂടുവെള്ളം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പൗൾട്രി ഫാമിൽ സപ്ലൈ ചെയ്യുന്ന വാട്ടർ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം. ഹാർഡ് വാട്ടർ ആണ് എങ്കിൽ അതിൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് കൂടുതലായിരിക്കും. ഇവ പൈപ്പിൽ അടിഞ്ഞുകൂടാനും നോസിൽസ് അടഞ്ഞു പോകാനും മറ്റ് വാട്ടർ സപ്ലൈക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ഫിൽറ്ററുകൾ അല്ലെങ്കിൽ വാട്ടർ സോഫ്റ്റ്നേഴ്സ് ഉപയോഗിക്കാം. ഹാച്ചറി ഓപ്പറേഷൻസിൽ നമ്മൾ സാധാരണ വാട്ടർ സോഫ്റ്റ്നേഴ്സും ഫിൽറ്റേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഇൻക്യുബേഷൻ എക്യുപ്മെൻറ്റ്സ്, ഒരു ഹാച്ചറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഇൻക്യുബേഷൻ എക്യുപ്മെൻറ്റ്സ് ആവശ്യമായി വരുന്നു. മുട്ട ആദ്യത്തെ 18 ദിവസം നമ്മൾ സെറ്ററിലാണ് വയ്ക്കുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതിനെ എല്ലാ ദിവസവും തിരിച്ചു വയ്ക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഈ സെറ്ററിൽ ഉണ്ടാവും. 18 ദിവസം കഴിഞ്ഞാൽ നമ്മളതിനെ ഹാച്ചറിലോട്ട് മാറ്റുന്നു. ഇവിടെ മുട്ട ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഹൊറിസോണ്ടലായിട്ട് മുട്ട സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്ററിൽ നമ്മൾ
വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അവസാനത്തെ 3 ദിവസം നമ്മൾ ഹാച്ചറിൽ വയ്ക്കുന്നു. പലതരത്തിലുള്ള സെറ്ററും ഹാച്ചറും നമുക്ക് അവൈലബിൾ ആണ്. വാക്കിൻ ഓർ കോറിഡോർ ഇൻക്യുബേറ്റേഴ്സ്, ടണൽ ടൈപ്പ് ഇൻക്യുബേറ്റർ, വെർട്ടിക്കൽ ഫാൻ ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. മുട്ട വിരിയിക്കാനായി ഇൻക്യുബേറ്റർ വയ്ക്കുകയാണെങ്കിൽ ചില ഇൻക്യുബേറ്റേഴ്സിന് കംപ്രസ്ഡ് എയർ സിസ്റ്റം വേണ്ടിവരും, മുട്ട തിരിക്കാനും റാക്കുകളുടെ ക്രമീകരണത്തിനും വേണ്ടിയിട്ട്. എമർജൻസി സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് പ്ലാന്റ്സ്, അതായത് സ്ഥിരമായി വൈദ്യുതി ലഭ്യത ഉണ്ടായിരിക്കണം ഇൻക്യുബേറ്ററിൽ. അഥവാ വൈദ്യുതി കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫെയിലർ ഉണ്ടായാൽ, ഇലക്ട്രിക്കൽ സപ്ലൈയുടെ ഫെയിലർ ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ജനറേറ്റർ ഉണ്ടായിരിക്കണം. ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഹാച്ചറിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഹാച്ചറിലെ ട്രേ വാഷ് ചെയ്യാൻ ഹാച്ചർ ട്രേ വാഷേഴ്സ്, വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള മെക്കാനിസംസ്, മുട്ട സെറ്ററിൽ നിന്ന് ഹാച്ചറിലോട്ട് മാറ്റാനും അല്ലെങ്കിൽ ഹോൾഡിംഗ് റൂമിൽ നിന്ന് സെറ്ററിലോട്ട് മാറ്റാനും ഒക്കെയുള്ള എഗ് ട്രാൻസ്ഫർ മെഷീൻസ്, മുട്ടയുടെ തോട് പൊട്ടിക്കാതെ തന്നെ വാക്സിൻസോ മെറ്റീരിയൽസോ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻ ഓവർ വാക്സിനേഷൻ എക്യുപ്മെൻറ്റ്സ്, ചിക്ക് ബോക്സുകൾ വാഷ് ചെയ്യാനുള്ള ചിക്ക് ബോക്സ് വാഷേഴ്സ്, റാക്കുകൾ കഴുകാനുള്ള റാക്ക് വാഷേഴ്സ്, വാക്സിനേറ്റിംഗ് ഓർ സെക്സിങ് ഓർ ഗ്രേഡിംഗ് സിസ്റ്റംസ്, ഹൈ പ്രഷർ പമ്പുകൾ എന്നിവ ആവശ്യമാണ്. ഒരു ലെയർ ഫാം ആണെങ്കിൽ അവിടെ എഗ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. ഒന്ന്, ഹാച്ചിങ് എഗ് ട്രേസ്. സാധാരണ മുട്ട നമ്മൾ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഫില്ലർ ഫ്ലാറ്റുകളെയാണ് ഹാച്ചിങ് എഗ് ട്രേസ് എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 90 മുതൽ 180 മുട്ട വരെയാണ്. ഹാച്ചിങ് എഗ് ട്രാൻസ്ഫർ മെഷീൻസ്, ഇത് ഒരു ബ്രീഡർ ഫാമിൽ കളക്ട് ചെയ്ത മുട്ടകളെ ഹാച്ചർ ട്രേയിലോട്ടോ സെറ്റർ ട്രേയിലോട്ടോ മാറ്റുന്ന മെഷീൻസാണ്. വാക്യൂം എഗ് ലിഫ്റ്റുകളാണ് സാധാരണ ഹാച്ചറീസിൽ ഒരുപാട് മുട്ടകളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എഗ് ക്യാൻലർ, ഇത് മുട്ടയുടെ ആന്തരിക ഘടന അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. 2 തരത്തിലുള്ള എഗ് ക്യാൻലേഴ്സ് അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ എഗ് ക്യാൻലറും മാസ് ക്യാൻലറും. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ മുട്ടയും നമുക്ക് ക്യാൻഡിൽ ചെയ്ത് അതിൻ്റെ മുട്ടത്തോടിൻ്റെ ക്വാളിറ്റിയും ഇൻറ്റേർണൽ ക്വാളിറ്റിയും നമുക്കറിയാൻ പറ്റും. മാസ് ക്യാൻലർ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് ബ്രൂഡർ എക്യുപ്മെൻറ്റ്സ്. നമ്മളൊരു എഗ്ഗർ നേഴ്സറിയോ ബ്രോയിലർ ഫാമോ നടത്തുകയാണെങ്കിൽ വിരിഞ്ഞ അന്ന് മുതൽ കുറച്ച് നാളത്തേക്ക് കോഴികൾക്ക് അധികം ചൂട് നൽകി കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ ബ്രൂഡർ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നു. ബ്രൂഡറിൽ ഒരു ഹീറ്റ് സോഴ്സ് ഉണ്ടാകും. ഈ ചൂട് അല്ലെങ്കിൽ ലൈറ്റ് പല സ്ഥലങ്ങളിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റേഴ്സ് ഉണ്ടാകും. തെർമോസ്റ്റാറ്റുകളുണ്ട്. മറ്റു പല അക്സസറീസും ഒരു ബ്രൂഡറിൽ ഉണ്ടാകും. ചാർക്കോൾ ഓർ കെറോസിൻ സ്റ്റൗ, ഇത് വൈദ്യുതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പവർ കട്ട് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ബ്രൂഡറിൽ ഒരു ഹീറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ സ്റ്റൗവിന് ചുറ്റും പ്ലേറ്റ് വെച്ചോ പാൻ വെച്ചോ കവർ ചെയ്ത് ആ ഏരിയയിൽ ചൂട് നിലനിർത്തുന്നു. ഗ്യാസ് ബ്രൂഡർ, നാച്ചുറൽ ഗ്യാസ്, LPG അല്ലെങ്കിൽ മീഥെയിൻ ഒരു ഹീറ്റിംഗ് എലമെൻറ്റുമായി കണക്ട് ചെയ്യുകയും 3 മുതൽ 5 അടി ഉയരത്തിൽ, തറയിൽ നിന്ന് 3 മുതൽ 5 അടി ഉയരത്തിൽ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. കോൺ ഷേപ്ഡ് റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ച് ചിക്സിന് നേരെ ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതിൽ ഇലക്ട്രിക്കൽ ബ്രൂഡേഴ്സ് നമുക്ക് ലഭ്യമാണ്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവയ്ക്ക് യൂണിഫോമായിട്ട് ഒരു വലിയ ഏരിയയിൽ ചൂട് നൽകാൻ സാധിക്കുന്നു. ചിക്സിൻ്റെ കൂട്ടം കൂടിയുള്ള നിൽപ്പും മറ്റും ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്നു. ഒരു ഇലക്ട്രിക്കൽ ബ്രൂഡർ 300 മുതൽ 400 ചിക്സിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇൻഫ്രാറെഡ് ബൾബുകൾ, ഇത്
ഒരു സെൽഫ് റിഫ്ലക്റ്റിംഗ് ബൾബാണ്. അതുകൊണ്ട് ഈ ബൾബിന് മുകളിൽ നമുക്ക് മറ ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. 250 വാട്ട് ബൾബാണ് എങ്കിൽ 250 ചിക്സിന് ഒരു ബൾബ് മതിയാകും. 150 വാട്ടിൻ്റെയും അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു ബൾബ്, അതായത് ഇൻകാൻഡസെന്റ് ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ബൾബിന് മുകളിൽ ഒരു ഷെയ്ഡ് നമ്മൾ കൊടുക്കാറുണ്ട്. ബ്രൂഡർ ഹൗസിൽ ഈ ഷെയ്ഡിനെ നമ്മൾ റിഫ്ലക്റ്റർ അല്ലെങ്കിൽ ഹോവർ എന്ന് പറയുന്നു. ഈ ഹോവറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രകാശവും ചൂടും പല ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 2 തരത്തിലുള്ള റിഫ്ലക്റ്റേഴ്സ് അവൈലബിൾ ആണ്, ഫ്ലാറ്റ് ടൈപ്പും കാനപ്പി ടൈപ്പും. ഫ്ലാറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ഷേപ്പോ മറ്റ് പരന്നിരിക്കുന്ന ഷേപ്പിലുള്ളത്. കാനപ്പി ടൈപ്പ് എന്ന് പറയുന്നത് കോൺ ഷേപ്പിലുള്ള ഹോവർ. ചിക്ക് ഗാർഡ് ഓർ ബ്രൂഡർ ഗാർഡ്. തദ്ദേശീയമായി ലഭ്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ബ്രൂഡർ ഗാർഡ് അല്ലെങ്കിൽ ചിക്ക് ഗാർഡ് നിർമ്മിക്കാവുന്നതാണ്. മുള, കാർഡ്ബോർഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. 1 മുതൽ 1.5 അടി ഉയരം ഉണ്ടാവണം. കോഴി കുഞ്ഞുങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇവയുടെ നീളം മാറ്റാവുന്നതാണ്. ഇവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ചകളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അധികം ചൂട് നൽകേണ്ടതുണ്ട്. ഈ സമയത്ത് ഹീറ്റ് സോഴ്സിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ചിക്ക് ഗാർഡ് സഹായിക്കുന്നു. ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സ് ഓർ ഹീറ്റിംഗ് റോഡ്സ് ഓർ കോയിൽസ്. ഇതിൽ ബ്രൂഡറിൽ ഹീറ്റിംഗ് ഫിലമെന്റ്സ് ഉണ്ടാകും. ഹീറ്റിംഗ് ഫിലമെന്റ്സിൻ്റെ മുകളിൽ ഒരു റിഫ്ലക്റ്റർ ഉണ്ടാകും. തെർമോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഫാമിൽ അത്യാവശ്യം വേണ്ട എക്യുപ്മെൻ്റ് ആണ് വാക്സിനേഷൻ എക്യുപ്മെൻറ്റ്. കണ്ണിലും മൂക്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള വാക്സിൻസ് ഉണ്ട്. ഇത് കൊടുക്കാൻ ഒരു സിറിഞ്ച് അല്ലെങ്കിൽ വാക്സിൻ ഡ്രോപ്പേഴ്സ്, നീഡിലോട് കൂടിയ സിറിഞ്ചോ വാക്സിൻ ഡ്രോപ്പേഴ്സോ നമുക്ക് ആവശ്യമാണ്. ഫൗൾ പോക്സ് വാക്സിൻ വിങ് വെബിൽ ആണ് കൊടുക്കുന്നത്. ഇതിന് ഫൗൾ പോക്സ് വാക്സിനേറ്റർ അല്ലെങ്കിൽ ലാൻസെറ്റ് ആവശ്യമാണ്. പല ഡോസ് വാക്സിൻ ഒരു വലിയ കൂട്ടം കോഴികൾക്ക് ചെറിയ സമയത്തിനുള്ളിൽ നൽകാൻ ഓട്ടോമാറ്റിക് വാക്സിനേറ്റർ സഹായിക്കുന്നു. മസിൽസിൽ നൽകുന്ന അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻസും തൊലിപ്പുറത്ത് നൽകുന്ന സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസും ഇതിലൂടെ നമുക്ക് നൽകാവുന്നതാണ്. ഒരു ഫാമിൽ വേണ്ട മറ്റു ചില എക്യുപ്മെൻറ്റ്സ്, മിസലേനിയസ് എക്യുപ്മെൻറ്റ്സ്. ബീക്ക് ട്രിമ്മർ. ഇത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്. കോഴി കുഞ്ഞുങ്ങളുടെ മുകളിലത്തെ ബീക്ക് ചെറിയ രീതിയിൽ മുറിച്ച് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ബീക്ക് ട്രിമ്മർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡി ബീക്കർ എന്ന് പറയും. ഇത് കോഴികൾ മറ്റു കോഴികളെ കൊത്തി മുറിവേൽപ്പിക്കുന്നത് തടയാൻ, അതായത് കാനിബാളിസം തടയാനായി ഉപയോഗിക്കുന്നു. ഒരു ലെയർ ഷെഡിൽ അത്യാവശ്യം വേണ്ട ഒരു എക്യുപ്മെൻ്റാണ് നെസ്റ്റ് ബോക്സ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയുള്ള മുട്ടകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഡാമേജ് കുറയ്ക്കാനും സാധിക്കുന്നു. ഇത് പലതരത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. ഒരു കോഴിക്ക് ഒരു നെസ്റ്റ് ബോക്സ് എന്ന തരത്തിലോ ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ട്രാപ്പ് നെസ്റ്റ് ആയിട്ടോ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ട്രാപ്പ് നെസ്റ്റ് ആണ് എങ്കിൽ കോഴി അകത്ത് കയറി മുട്ടയിട്ടതിന് ശേഷം ആരെങ്കിലും തുറന്നു കൊടുത്താൽ മാത്രമേ അവയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. വെയിങ് ബാലൻസ്. പലതരത്തിലുള്ള വെയിങ് ബാലൻസ് നമുക്ക് അവൈലബിൾ ആണ്. കോഴിയുടെ ഭാരം നോക്കാനും തീറ്റ അളക്കാനുമൊക്കെ ആവശ്യമായി വരുന്നു. പെർച്ചസ് അല്ലെങ്കിൽ റൂസ്റ്റ്. ഇത് കോഴികൾക്ക് തറയിൽ നിന്നും 3 മുതൽ 5 അടി ഉയരത്തിൽ ഇരിക്കാൻ പാകത്തിന് വയ്ക്കുന്ന തടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ കൊണ്ടോ നിർമ്മിച്ചവയാണ് പെർച്ചസ് അല്ലെങ്കിൽ റൂസ്റ്റുകളെന്ന് പറയുന്നത്. റേക്ക്.
അയൺ റോഡുകളാണ്. അതിന് താഴെ കൈവിരലുകൾ പോലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാകും. ലിറ്റർ മെറ്റീരിയൽസിനെ ഇളക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് റേക്ക് എന്ന് പറയുന്നത്. സ്പ്രിംഗ്ലർ. പൗൾട്രി ഷെഡിന് ചുറ്റും തണുപ്പിക്കാനും മേൽക്കൂര തണുപ്പിക്കാനുമെല്ലാം സ്പ്രിംഗ്ലർ ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രേയർ. ഒരു കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന, മുതുകിൽ അറ്റാച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള സ്പ്രേയേഴ്സാണ് പൗൾട്രി ഫാമിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായവ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള അണുനാശിനികളോ സാനിറ്റൈസേഴ്സോ മിക്സ് ചെയ്യുകയും ലോഡ് ചെയ്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഗൺ അല്ലെങ്കിൽ ബ്ലോ ലാമ്പ്. ഇത് മണ്ണെണ്ണ അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് തറകളിലോ ചുമരുകളിലോ മെറ്റൽ ചട്ടക്കൂടുകളിലോ ഇരിക്കുന്ന പാരസൈറ്റ്സിനെയും അവയുടെ ലാർവ അല്ലെങ്കിൽ മുട്ടയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ക്ലീനിങ് ടൂൾസ് ആണ് റേക്സ്, സ്പ്രിംഗ്ലർ, സ്പ്രേയർ. ഒരു സ്ലോട്ടർ ഹൗസ്, അതായത് അറവുശാല ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് കൺവെയർ ബെൽറ്റ് സിസ്റ്റവും ഗില്ലറ്റിൻ, നൈഫ്സ്, സ്ലോട്ടർ സ്ലാബ്, വീൽ ബാരോസ് ഒക്കെ ആവശ്യമായി വരുന്നു. ഡിസ്പോസിബിൾ സ്ലീവ്സ്, അതായത് കയ്യുറകൾ, ഹെയർ ക്യാപ്പുകളും ഓവറോൾസ്, അതായത് കോട്ടുകൾ ആവശ്യമായി വരുന്നു. ഈ സെഷനിലെ ആക്ടിവിറ്റി താഴെ പറയുന്നു. ലിസ്റ്റ് ഔട്ട് ദ കോമൺ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ എ പൗൾട്രി ഫാം ആൻഡ് പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ എക്യുപ്മെന്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ എ ലെയർ ഫാം. സാധാരണ ഒരു പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന ടൂൾസും എക്യുപ്മെന്റ്സും ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ലെയർ ഫാമിൽ ആവശ്യമായി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ ഉപയോഗിച്ച് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സ് യൂസ്ഡ് ഇൻ എ പൗൾട്രി ഫാം. ഒരു പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഫീഡേഴ്സിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദ വേരിയസ് വാട്ടറിംഗ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ എ പൗൾട്രി ഫാം. ഒരു പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള വാട്ടറിംഗ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് വിശദീകരിക്കുക. ഡാഷ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റേണൽ ക്വാളിറ്റി ഓഫ് എഗ്സ്. മുട്ടയുടെ ആന്തരിക ഘടന മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഡാഷ് ആണ്. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ദ അപ്പർ പോർഷൻ ഓഫ് ബീക്ക് ഇൻ പൗൾട്രി ടു പ്രിവെന്റ് കാനിബാളിസം. കാനിബാളിസം തടയുന്നതിനായി ബീക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എഴുതുക.